അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീട്ടിൽ കൂടലിന് പോകാണ്ട്, അതായത് ഗൃഹപ്രവേശനം. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. എന്താണ് ഗിഫ്റ്റ് ലച്ചു? തൈ. ഓക്കെ. അപ്പം നമ്മൾ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ കൂടലിന് വ്യത്യസ്തമായ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഒരു തൈ. അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നഴ്സറിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ആ നഴ്സറി, പേരാവരുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ഇപ്പോൾ പോകുന്ന വഴിക്കൊരു വിഷമമുള്ള കാഴ്ച ഉണ്ട്. മഴയാണ്, മേപ്പിട്ടു. അങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇതാണ് എൻ്റെ ക്ലാസ്മേറ്റ് ഷിജിന ഫാമിലിയുടെ വീട്. അങ്ങനെ വീട്ടിൽക്കൂട്ടലിനെത്തി. എൻ്റെ കുടുംബത്തിൻ്റെയും വിലമതിക്കാനാവാത്ത ഗൃഹപ്രവേശന സമ്മാനം കൈമാറി. അങ്ങനെ ഗൃഹപ്രവേശന കർമ്മമൊക്കെ കഴിഞ്ഞ് അവിടെ പങ്കെടുത്ത് വീട്ടിലേക്കുള്ള യാത്രയാണ്. വീട്ടിലേക്ക് മീൻസ് ഭാര്യ വീട്ടിലേക്കുള്ള യാത്രയാണ്. ആറളം പുഴയൊക്കെ കഴിഞ്ഞുള്ള യാത്ര. ഹായ്. അപ്പം പോകുന്ന വഴിക്ക് ഭാര്യയ്ക്കൊന്ന് ഡ്രൈവ് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങ് സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഒന്ന് കണ്ടത്തിലേക്ക് ഇറങ്ങി. ഫാദറിൻലോ അമ്മായിയച്ഛൻ്റെ കണ്ടമാണ്. ഇരുവശത്തും കണ്ടം നടുക്കൂടെ റോഡുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. കൃഷി സ്ഥലത്ത് പോവാം, കണ്ടത്തിൽ പോവാം. മഴയല്ലേ, വെള്ളമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുപരി എനിക്കും ഇഷ്ടമാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ, നാടൻ ഭംഗിയും നാടൻ പ്രകൃതി സൗന്ദര്യവും. അപ്പോൾ കുട്ടികളത് മതിമറന്ന് ആഘോഷിക്കുകയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച് രസിച്ച അതേ സന്ദർഭം തന്നെ ഇപ്പോൾ. ഏതായാലും അവർ ഹാപ്പിയാണ്. വൈകിയ വേളയാണെങ്കിലും കുറച്ച് സമയമെങ്കിലും അവരുടെ ചിരിയും കളിയും. ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, സ്കൂളൊന്നും തുറന്നാൽ ഇവിടെ വരാനും ഇതൊന്നും കാണാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. ഈ പ്രകൃതി രമണീയമായ സൗന്ദര്യം ആസ്വദിക്കാൻ കുറച്ച് സമയം കിട്ടുള്ളൂ. ആ സമയം വന്നു. മക്കളെ ഒരുത്തനതാ റോഡിൽ നിന്ന് മണ്ണൊക്കെ വാരി വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കുകയാണ്. തോട്, അരുവി. നിങ്ങളെ നാട്ടിലെന്താ ഇതിന് പറയാം? അരുവി എന്നാണോ? നമ്മൾ തോട് എന്ന് പറയും. ഇനിയിപ്പം മടക്കി യാത്രയാണ്. പതിവ് പോലെ ഭാര്യ വീട്ടിൽ നിന്ന് പോകുമ്പം ഇഞ്ചി, കൊല, പൈനാപ്പിള്, ചക്ക, കപ്പ, അങ്ങനെയുള്ള എല്ലാ സകല കാര്യങ്ങളും മാറി വീട്ടിലേക്ക് രാത്രിയായി. മടക്കി യാത്രയാണ്. ഗുഡ് നൈറ്റ്.